ഹായ് എവരി വൺ. ഈ വീഡിയോയിൽ 10ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠമായിട്ടുള്ള ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ശ്രീകാന്ത് ബൊല്ലയുടെ ഒരു സ്പീച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ടൈറ്റിൽ പോലെ തന്നെ ഈ ഒരു സ്പീച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മോട്ടിവേഷൻ നൽകുന്ന ഒരു പ്രസംഗമാണ്. ബ്രേക്കിംഗ് ബാരിയേഴ്സ്, തടസ്സങ്ങളെ തകർത്തുകൊണ്ട് ഐ വിൽ ഫ്ലൈ, ഞാൻ പറക്കും. ആ പേരിൽ തന്നെയുണ്ട്, തടസ്സങ്ങളെ തകർത്തുകൊണ്ട് ഞാൻ പറക്കും എന്ന് പറയുമ്പോൾ എല്ലാവിധ പ്രശ്നങ്ങളെയും മറികടന്നുകൊണ്ട്, എല്ലാവിധ തടസ്സങ്ങളെയും പ്രശ്നങ്ങളെയും മറികടന്നുകൊണ്ട് ഞാൻ ഉയരങ്ങളിലെത്തും, ഞാൻ പറക്കുമെന്നാണ് ഈ ഹെഡിങ്ങിലൂടെ പറയുന്നത്. ശ്രീകാന്ത് ബൊല്ല എന്ന് പറയുന്ന കാഴ്ചപരിമിതിയുള്ള ഒരു ആള്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അതിനെ മറികടന്നുകൊണ്ട് അദ്ദേഹം നേടിയ നേട്ടങ്ങളെ കുറിച്ചും അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങളെ കുറിച്ചും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രസംഗത്തിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. സ്പീച്ച് തുടങ്ങുന്നതിന് മുകളിലായിട്ട് ചില സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് പറയുന്നത്? സക്സസ് റിക്വയർസ് വിഷൻ ആൻഡ് പ്രിസർവിയൻസ് റാദർ ദാൻ ലക്ക്, ഡസന്റ് ഇറ്റ്? ഒരു ചോദ്യമാണ്. സക്സസ് റിക്വയർസ്, സക്സസ് വിജയത്തിന്, റിക്വയർസ് ആവശ്യമാണ്, വിഷൻ ദീർഘവീക്ഷണം, മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവുമാണ്, വീക്ഷണമാണ്, ആൻഡ് പ്രിസർവിയൻസ് സ്ഥിര പ്രയത്നം വേണം. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നേടുന്നതുവരെ സ്ഥിരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അധ്വാനിക്കണം, പ്രയത്നിക്കണം. റാദർ ദാൻ ലക്ക്, നമ്മുടെ ഭാഗ്യത്തെക്കാൾ കൂടുതൽ. നമ്മുടെ സക്സസിന്, നമുക്ക് വിജയിക്കാൻ വേണ്ടത് ഭാഗ്യമല്ല, നമ്മുടെ സ്ഥിര പ്രയത്നവും നല്ലൊരു വീക്ഷണവുമാണ് വേണ്ടത്. ഡസന്റ് ഇറ്റ്, അല്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നല്ലൊരു വീക്ഷണം വേണം, വിഷൻ വേണം. പ്രിസർവിയൻസ്, സ്ഥിരമായിട്ട് നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? പ്രയത്നിക്കണം. നമ്മൾ തോറ്റുപോയേക്കാം. അപ്പൊ തോറ്റുപോയാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പിന്മാറാൻ പാടില്ല. സ്ഥിരമായിട്ട് അതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. ഭാഗ്യത്തെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. പ്രോബ്ലംസ് ഷുഡ് ബി സീൻ ആസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫെയിലിയേഴ്സ് ആസ് പ്രാക്ടീസ്. എപ്പോഴും കേൾക്കുന്ന ഒരു വാചകമാണിത്. പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഷുഡ് ബി സീൻ, അതിനെ നമ്മൾ കാണണം, ആസ് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളായിട്ട്, ആൻഡ് ഫെയിലിയേഴ്സ്, തോൽവിയെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ആസ് പ്രാക്ടീസ്, പ്രാക്ടീസ് ആയിട്ടാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പലതവണ നമ്മൾ തോറ്റുപോകും അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ ഓരോ തവണ തോൽക്കുമ്പോഴും അതൊക്കെ നമുക്ക് പ്രാക്ടീസ് ആണ്, വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? കാണണം, അങ്ങനെ മനസ്സിലാക്കണം. ഡു യു എഗ്രി, നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നൗ ഇനി ലെറ്റ്സ് ലിസൺ, നമുക്ക് കേൾക്കാം. എ വിഷ്വലി ചലഞ്ചഡ് വിഷണറി. വിഷ്വലി ചലഞ്ചഡ് എന്ന് പറഞ്ഞാൽ കാഴ്ച പരിമിതിയുള്ള, വിഷണറി എന്ന് പറഞ്ഞാൽ ദീർഘവീക്ഷണമുള്ളയാൾ, അതായത് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണാൻ കഴിയുന്ന ഒരാൾ, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? വിഷണറി എന്ന് പറയാം. അപ്പോൾ കാഴ്ച പരിമിതിയുള്ള, അങ്ങനെ ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യൻ, ഹു ഹാസ് ചേഞ്ച്ഡ്, അദ്ദേഹം മാറ്റി, ഹിസ് ഓൺ ലൈഫ്, അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതവും, ആൻഡ് ദ ലൈവ്സ് ഓഫ് മെനി അതേഴ്സ്, മറ്റൊരുപാട് ആൾക്കാരുടെ ജീവിതം അദ്ദേഹം മാറ്റിമറിച്ചു. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം നമുക്ക് കേൾക്കാം. അപ്പോ ശ്രീകാന്ത് ബൊല്ല എന്ന് പറയുന്ന ആ മനുഷ്യൻ, അദ്ദേഹം കാഴ്ചപരിമിതിയുള്ള ഒരാളാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതവും മറ്റൊരുപാട് ആൾക്കാരുടെ ജീവിതവും മാറ്റിമറിച്ചിട്ടുണ്ട്. അപ്പൊ കാഴ്ചപരിമിതി ഉണ്ടായിട്ടും അതിനെ മറികടന്നുകൊണ്ട് അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങളെയൊക്കെ അദ്ദേഹം ചെയ്തു? തരണം ചെയ്തു. അതൊക്കെ ഒരു അവസരമായിട്ട് കണ്ടിട്ട് എന്ത് ചെയ്തു? ജീവിതത്തിൽ അദ്ദേഹം വിജയം നേടുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഈ ഒരു സ്പീച്ചിലൂടെ നമ്മളോട് പറയുന്നു. ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ, തടസ്സങ്ങളെ തകർത്തുകൊണ്ട് ഞാൻ പറക്കും. ഐ വിൽ ഫ്ലൈ, ഞാൻ പറക്കും. ശ്രീകാന്ത് ബൊല്ല. സ്പീച്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഓഥറെ ഒന്ന് പരിചയപ്പെടാം. അബൌട്ട് ദി ഓഥർ. ശ്രീകാന്ത് ബൊല്ല എന്ന് പറയുന്ന ഈ സ്പീച്ച് നടത്തിയിട്ടുള്ള അദ്ദേഹത്തെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ശ്രീകാന്ത് ബൊല്ല വാസ് ബോൺ ഇൻ 1991 അറ്റ് മച്ലിപട്ടണം ഇൻ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ മച്ലിപട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് 1991 അദ്ദേഹത്തിന്റെ ജനനം. ഹിസ് പേരൻസ് വേർ അൺഎഡ്യൂക്കേറ്റഡ് ഫാമേഴ്സ്. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വിദ്യാഭ്യാസമില്ലാത്ത സാധാ ഒരു കർഷകരായിരുന്നു. ഹി ഹാസ് ബീൻ എ യൂത്ത് ലീഡർ സിൻസ് 2005 and a member of the Lead India campaign of 2020, the national youth movement started by the former president of India, APJ Abdul Kalam. എന്താണ് പറയുന്നത്? ഹി ഹാസ് ബീൻ എ യൂത്ത് ലീഡർ, അദ്ദേഹം ഒരു യൂത്ത് ലീഡർ ആയിരുന്നു. സിൻസ് 2005, 2005 മുതൽ. ആൻഡ് എ മെമ്പർ, അദ്ദേഹം മെമ്പർ ആയിരുന്നു. എന്തിന്റെയൊക്കെ മെമ്പറാണ് അദ്ദേഹം? ലീഡ് ഇന്ത്യ ക്യാമ്പയിൻ 2020, 2020 ലീഡ് ഇന്ത്യ ക്യാമ്പയിന്റെ അദ്ദേഹം മെമ്പർ ആയിരുന്നു. അതിൽ നാഷണൽ യൂത്ത് മൂവ്മെന്റിന്റെ മെമ്പർ ആയിരുന്നു. സ്റ്റാർട്ടഡ്, അത് തുടങ്ങിയിട്ടുള്ളത് ആരാണ്? ബൈ ദി ഫോമർ പ്രസിഡന്റ്, നമ്മുടെ മുമ്പത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള, രാഷ്ട്രപതി ആയിട്ടുള്ള ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം സാർ ഉണ്ടല്ലോ, അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള നാഷണൽ യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നതിലും അദ്ദേഹം മെമ്പർ ആയിരുന്നു. In 2012, Bolla set up a Bollan Industries with a partner Ravi Manda. 2012 ബൊല്ല എന്ന് പറയുന്ന അദ്ദേഹം ഒരു ബൊല്ലൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഒരു സംരംഭം പടുത്തുയർത്തുന്നുണ്ട്, സജ്ജീകരിക്കുന്നുണ്ട്, റെഡിയാക്കുന്നുണ്ട്. വിത്ത് എ പാർട്ണർ രവി മന്ദ. അദ്ദേഹത്തിന്റെ പാർട്ണർ ആയിരുന്നു രവി മന്ദ എന്ന് പറയുന്ന ഒരാള്. അപ്പൊ അദ്ദേഹത്തെ കൂട്ടിച്ചേർത്തിട്ട് അദ്ദേഹം ചെയ്തു? ബൊല്ലൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സംരംഭം പടുത്തുയർത്തി.
ഇറ്റ് പ്രൊഡ്യൂസസ് എക്കോ ഫ്രണ്ട്ലി റീസൈക്കിൾഡ് ക്രാഫ്റ്റ് പേപ്പർ. ആ എന്തിന്റെ സ്ഥാപനമായിരുന്നു അത് നിർമ്മിക്കുന്നത് എന്താണെന്നറിയോ? എക്കോ ഫ്രണ്ട്ലി റീസൈക്കിൾഡ് ക്രാഫ്റ്റ് പേപ്പർ. പ്രകൃതിയോട് ഇണങ്ങിയ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പേപ്പറുകളുടെ നിർമ്മാണമായിരുന്നു അദ്ദേഹം തുടങ്ങിയ ആ കമ്പനിയുടെ ഉത്തരവാദിത്തം. ആൻഡ് പാക്കേജിംഗ് പ്രൊഡക്ട്സ് ഫ്രം നാച്ചുറൽ ആൻഡ് റീസൈക്കിൾഡ് മെറ്റീരിയൽസ്. അത് മാത്രമല്ല പാക്കേജിംഗ് പ്രൊഡക്ട്സ്, നമ്മുടെ സാധനങ്ങളൊക്കെ പാക്കേജ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളൊക്കെ നിർമ്മിച്ചിരുന്നു. ഫ്രം നാച്ചുറൽ ആൻഡ് റീസൈക്കിൾഡ് മെറ്റീരിയൽസ്, പ്രകൃതിദത്തമായ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് കൊണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെയുള്ള പാക്കേജിംഗ് പ്രൊഡക്ട്സ് ഒക്കെ നിർമ്മിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു കമ്പനിയായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ണറുമായിട്ട് തുടങ്ങി വെച്ചിരുന്നത്. ശ്രീകാന്ത് ബൊല്ല is the director of Surge Impact Foundation, which he founded in 2016. 2016 അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? സർജ് ഇമ്പാക്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം. The organization aims to enable individuals and institutions in India to achieve the sustainable development goals by 2030. എന്താണ് പറയുന്നത്? ദ ഓർഗനൈസേഷൻ എയിംസ്, ആ ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു സംഘടനയുടെ എയിം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത്, എനേബിൾ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളെ, അതായത് ഓരോരുത്തർ ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞ സാധാരണ ആൾക്കാരെയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപനങ്ങളെയും എനേബിൾ ചെയ്യുക, എന്തിന്? ടു അച്ചീവ്, നേടാൻ വേണ്ടിയിട്ട് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, അവരുടെ സുസ്ഥിര വികസനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ബൈ 2030, 2030 ആവുമ്പോഴേക്കും. അപ്പൊ 2030 ആവുമ്പോഴേക്കും ഇന്ത്യയിലെ സ്ഥാപനങ്ങളുടെയും അതുപോലെ വ്യക്തികളുടെയും ഒക്കെ നമ്മളെ സുസ്ഥിര വികസനത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരെ തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷന്റെ എയിം എന്ന് പറയുന്നത്. In 2017, Bolla was named in the Forbes magazine list of 30 under 30 across all of Asia. 2017 അദ്ദേഹത്തിന്റെ പേര് വന്നു, ഫോർബ്സ് മാഗസിനിലാണ് വന്നത്. എന്തിന്റെ ലിസ്റ്റിലാണ് അദ്ദേഹത്തിന്റെ പേര് വന്നത്? 30 under 30, 30 താഴെയുള്ള 30 പേരുടെ ലിസ്റ്റിൽ അദ്ദേഹം വന്നു. അക്രോസ് ഓൾ ഓഫ് ഏഷ്യ, ഏഷ്യയിൽ മുഴുവനായിട്ടും. അപ്പൊ ഏഷ്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 30 പേരുടെ പട്ടികയിൽ അദ്ദേഹം ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. A biopic on his life, Srikanth, was released in 2024. A biopic, അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്ര സിനിമ, ഓൺ ഹിസ് ലൈഫ്, അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചുള്ള, അതിന്റെ പേര് ശ്രീകാന്ത് എന്നായിരുന്നു സിനിമയുടെ പേര്. വാസ് റിലീസ്ഡ്, അത് റിലീസായി ഇൻ 2024, 2024. അപ്പൊ 2024 അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ എന്തൊക്കെയാണ് നമ്മളോട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ഐ വിൽ ഫ്ലൈ. എല്ലാവിധ തടസ്സങ്ങളെയും തകർത്തുകൊണ്ട് ഐ വിൽ ഫ്ലൈ, ഞാൻ പറക്കും. അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഹലോ, ഐ ആം ശ്രീകാന്ത്, ആൻ എന്റർപ്രണർ. ഹലോ, ഞാൻ ശ്രീകാന്താണ്. ഐ ആം ശ്രീകാന്ത്, ഞാൻ ശ്രീകാന്താണ്. ആൻ എന്റർപ്രണർ, ഞാനൊരു സംരംഭകനാണ്. ഡു യു നോ, നിങ്ങൾക്കറിയാമോ? ദാറ്റ്, എന്താണ് നിങ്ങൾക്കറിയുന്നത്? 51% ഓഫ് ഇന്ത്യൻസ് ആർ സെൽഫ് എംപ്ലോയിഡ്. 51% ഓഫ് ഇന്ത്യൻസ്, ഇന്ത്യയിൽ 51% ആൾക്കാരും സെൽഫ് എംപ്ലോയിഡ്, സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ലെറ്റ് മീ ഷെയർ, ഞാൻ പങ്കുവെക്കട്ടെ, ദ സ്റ്റോറി, ഒരു കഥ, ഓഫ്, ആരുടെ കഥയാണ്? ദ റിച്ചസ്റ്റ് എന്റർപ്രണറിയൽ കപ്പിൾസ്, ഈ ലോകത്തിലെ, ഇൻ ദി വേൾഡ്, ഈ ലോകത്തിലെ ഏറ്റവും ധനികരായ 2 സംരംഭകരായിട്ടുള്ള കപ്പിൾസിന്റെ, ഭാര്യയുടെയും ഭർത്താവിന്റെയും കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെയോ, ഞാൻ പങ്കുവെക്കട്ടെയോ? മൈ പാരന്റ്സ്, അതെന്റെ അച്ഛനും അമ്മയുമാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ റിച്ചസ്റ്റ്, ഏറ്റവും ധനികരായ എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം അവർ സാധാരണ ഫാമേഴ്സ് ആണ്, അൺഎഡ്യൂക്കേറ്റഡ് ആണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെന്ന് നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും കുറിച്ച് എന്താ പറയുന്നത്? ദ സ്റ്റോറി ഓഫ് ദ റിച്ചസ്റ്റ് എന്റർപ്രണറിയൽ കപ്പിൾസ് ഇൻ ദി വേൾഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഇനി അദ്ദേഹം പറയുന്നത്? ബാക്കി നോക്കാം. ദേ ഏൺഡ് ജസ്റ്റ് 20,000 എ ഇയർ ഫ്രം ദെയർ സ്മോൾ പ്ലോട്ട് ഓഫ് ലാൻഡ്. ദേ ഏൺഡ്, അവർ സമ്പാദിച്ചിരുന്നു, ജസ്റ്റ് 20,000, ജസ്റ്റ് ആകെ 20,000 രൂപ മാത്രം, എ ഇയർ, ഒരു വർഷത്തിൽ. ഫ്രം, എവിടെ നിന്ന്? ദെയർ സ്മോൾ പ്ലോട്ട് ഓഫ് ലാൻഡ്, അതവർക്ക് ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ ഒരു ചെറിയ സ്ഥലത്തു നിന്നും ഒരു വർഷത്തിൽ ആകെ 20,000 രൂപ മാത്രമായിരുന്നു അവര് സമ്പാദിച്ചിരുന്നത്. അപ്പൊ അതിൽ തന്നെ റിച്ചസ്റ്റ് എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത് എന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അവരുടെ വരുമാനം എന്ന് പറയുന്നത് ഒരു കൊല്ലത്തിൽ ആകെ 20,000 രൂപ മാത്രമായിരുന്നു. ഗിവിംഗ് ബർത്ത് ടു എ ചൈൽഡ് ഈസ് ദ ഹാപ്പിയസ്റ്റ് തിങ് ഫോർ എവറി മാരീഡ് കപ്പിൾ. ഗിവിംഗ് ബർത്ത്, ജീവൻ നൽകുക, ജനനം നൽകുക എന്നുള്ളത്, ടു എ ചൈൽഡ്, ഒരു കുട്ടിക്ക്, ഈസ് ദ ഹാപ്പിയസ്റ്റ് തിങ്, അത് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്, ഫോർ എവറി മാരീഡ് കപ്പിൾ, എല്ലാ കല്യാണം കഴിഞ്ഞ കപ്പിൾസിനും, ഭാര്യ ഭർത്താക്കന്മാർക്കും ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഒരു കുട്ടിക്ക്, ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളത്. അറ്റ് ദാറ്റ് മൊമെന്റ്, ആ ഒരു നിമിഷത്തിൽ, ദ ടേം, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ഉണ്ട്, ഒരു
പ്രയോഗമുണ്ട്. എന്താണ് നമ്മൾ പറയാ? ആപ്പിൾ ഓഫ് ദി ഐ എന്ന് പറയും. നമ്മൾ അങ്ങനെ ഉണ്ടാകുന്ന ആദ്യത്തെ കുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടി നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ആപ്പിൾ ഓഫ് ദി ഐ എന്നാണ് പറയാ. ആപ്പിൾ ഓഫ് ദി ഐ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. വെരി മച്ച് വാല്യൂഡ് ഓർ ബിലവ്ഡ്, വളരെയധികം വില കൽപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം സ്നേഹിക്കുന്ന എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ആറ്റുനോറ്റൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയെ എന്ത് ചെയ്യും? എല്ലാവരും വളരെയധികം സ്നേഹിക്കും, വളരെയധികം വില നൽകും. ആ ഒരു അവസ്ഥ ഉണ്ടാവും. അത് ഡിഡ് നോട്ട് മീൻ മച്ച് ടു ദം, അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോ ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ച് അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. സാധാരണ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആപ്പിൾ ഓഫ് ദി ഐ എന്നാണ് നമ്മളെല്ലാവരും പറയാറുള്ളത്. പക്ഷെ ഇയാളുടെ അച്ഛനും അമ്മക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. നെയ്തർ ഓഫ് മൈ പാരന്റ്സ് ഹാഡ്, എന്റെ അച്ഛനും അമ്മക്കും ഉണ്ടായിരുന്നില്ല. എന്തുണ്ടായിരുന്നില്ല? എവർ സീൻ, അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല an ആപ്പിൾ, ഒരു ആപ്പിള്. നോർ, അത് മാത്രമല്ല, ഡിഡ് ഐ ഹാവ് an ഐ, എനിക്കൊരു കണ്ണുണ്ടായിരുന്നില്ല. അപ്പോ ആപ്പിൾ ഓഫ് ദി ഐ എന്ന് പറയുന്നത് ആപ്പിളും ഐയും രണ്ട് വാക്കുകളുണ്ട് അല്ലെ. ഈ രണ്ടും ആരുടെ ജീവിതത്തിലില്ല? അച്ഛന്റെ അമ്മയുടെ ജീവിതത്തിൽ ആപ്പിളും ഉണ്ടായിരുന്നില്ല, എനിക്ക് കണ്ണുകളും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ അയാളുടെ അച്ഛനും അമ്മക്കും അദ്ദേഹം ജനിച്ചപ്പോ അദ്ദേഹം അന്ധനായിട്ടാണ് ജനിച്ചത്, അദ്ദേഹത്തിന് കണ്ണുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. വെൻ ഐ വാസ് ബോൺ, ഞാൻ ജനിച്ചപ്പോ, വിത്തൗട്ട് ഐസ്, കണ്ണുകളില്ലാതെ ഞാൻ ജനിച്ചപ്പോ, സൊസൈറ്റി സോ മീ, ആ സമൂഹം എന്നെ കണ്ടത് ആസ് എ ബേർഡൻ, ഒരു ഭാരമായിട്ടാണ്. ബേർഡൻ എന്ന് പറഞ്ഞാൽ ഭാരമായിട്ടാണ്. സം, ചില ആൾക്കാർ, ഇവൻ സജസ്റ്റഡ്, സൂചിപ്പിച്ചു, ദാറ്റ്, എന്താണ് അവർ സൂചിപ്പിച്ചത്? ഐ ഷുഡ് ബി സ്മോത്തേഡ്, എന്താണ് പറയുന്നത്? ഐ ഷുഡ് ബി, എന്നെ ചെയ്യണം. സ്മോത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം മുട്ടിച്ച് കൊല്ലണമെന്ന് വരെ ചില ആൾക്കാർ എന്ത് ചെയ്തു? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് പക്ഷേ മൈ പാരന്റ്സ്, എന്റെ അച്ഛനും അമ്മയും, ഷവേർഡ്, എനിക്ക് നൽകി, ചൊരിഞ്ഞു. എന്താണ്? മീ ഇമ്മെൻസ് ലവ് ആൻഡ് കെയർ, ഇമ്മെൻസ്, വളരെയധികം, ലവ്, സ്നേഹവും, ആൻഡ് കെയർ, പരിഗണനയും അവർ എനിക്ക് നൽകി. അപ്പോ എല്ലാവരും അവരോട് എന്നെ കൊല്ലണമെന്ന് പറഞ്ഞപ്പോഴും എന്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്തു? എന്നോട് അതിലില്ലാത്ത സ്നേഹം നൽകി, എന്നെ കെയർ ചെയ്തു, പരിപാലിച്ചു. ദേ ഫെൽറ്റ്, അവർക്ക് തോന്നി, അവർ അനുഭവിച്ചു, ദേ വേർ ദ റിച്ചസ്റ്റ് കപ്പിൾ ഇൻ ദി വേൾഡ്, ഈ ലോകത്തിലെ ഏറ്റവും ധനികരായ ഭാര്യ ഭർത്താക്കന്മാർ അവരാണെന്ന് അവർ വിചാരിച്ചു, അവർക്ക് അങ്ങനെ തോന്നി. റിച്ചസ്റ്റ് കപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം റിച്ചസ്റ്റ് കപ്പിൾ എന്ന് പറയാനുള്ള കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ഐ കൺസിഡർ മൈസെൽഫ്, ഞാൻ എന്നെ തന്നെ പരിഗണിക്കുന്നത്, ഇഫ് ദ ലക്കിയസ്റ്റ് പേഴ്സൺ, ഞാൻ ഏറ്റവും ഭാഗ്യമുള്ള മനുഷ്യനായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം എന്റെ അച്ഛനും അമ്മയും എനിക്ക് കണ്ണില്ലെങ്കിൽ പോലും അവരെന്നെ വളരെയധികം സ്നേഹിച്ച് വളരെയധികം പരിപാലിച്ച് പോറ്റി വളർത്തുന്നത് കൊണ്ട് ഞാൻ ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നി. As a child, I spent much of my time with my father in the fields. As a child, ഒരു കുട്ടിയായിരിക്കെ, ഐ സ്പെൻഡ്, ഞാൻ ചെലവഴിച്ചത്, മച്ച് ഓഫ് മൈ ടൈം, എന്റെ സമയത്തിലധികവും ഞാൻ ചെലവഴിച്ചത്, വിത്ത് മൈ ഫാദർ, എന്റെ അച്ഛന്റെ കൂടെയായിരുന്നു, ഇൻ ദി ഫീൽഡ്, പാടങ്ങളിൽ. അപ്പൊ അച്ഛൻ കൃഷി ചെയ്യുന്ന ആ പാടത്തായിരുന്നു ഞാൻ കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത്. ഹൗവർ, അങ്ങനെയൊക്കെ ആണെങ്കിലും, മൈ ഷോർട്ട് ലെഗ്സ്, എന്റെ നീളമില്ലാത്ത കാലുകൾ, മേഡ് ഇറ്റ് ഡിഫിക്കൾട്ട്, ബുദ്ധിമുട്ടുണ്ടാക്കി, ഫോർ മീ, എനിക്ക്, ടു ഹെൽപ്പ്, അദ്ദേഹത്തെ സഹായിക്കാൻ. അപ്പൊ എന്റെ കാലുകൾക്ക് നീളം കുറവായത് കൊണ്ട് തന്നെ അച്ഛനെ സഹായിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. മൈ ഫാദർ ബിഗാൻ ടു തിങ്ക്, എന്റെ അച്ഛൻ ചിന്തിക്കാൻ തുടങ്ങി. ദാറ്റ്, എന്താണ് എന്റെ അച്ഛൻ ചിന്തിക്കാൻ തുടങ്ങിയത്? പെർഹാപ്സ്, ഒരു പക്ഷേ, ദ പീപ്പിൾ, ജനങ്ങളുണ്ടല്ലോ, ഹു ഡൗട്ടഡ് മൈ ഫ്യൂച്ചർ, എന്റെ ഭാവിയെ കുറിച്ച് സംശയം ഉന്നയിച്ച ആ ജനങ്ങളുണ്ടല്ലോ, മൈറ്റ് ബി റൈറ്റ്, അവർ പറഞ്ഞത് ശരിയായിരിക്കാം എന്ന് അച്ഛൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ നേരത്തെ ഇദ്ദേഹം ഒരു ഭാരമാണ്, കണ്ണില്ലാതെ ജനിച്ചത് കൊണ്ട് ഇദ്ദേഹം ഒരു ഭാരമാണ്, അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലണം എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പൊ ആ ജനങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കാം എന്ന് വരെ എന്റെ അച്ഛൻ എന്ത് ചെയ്തു? ആലോചിക്കാൻ തുടങ്ങി. ഹി റിയലൈസ്ഡ്, അദ്ദേഹം തിരിച്ചറിഞ്ഞു, ഐ ഡിഡിൻ ഫിറ്റ്, ഞാൻ പ്രാപ്തനല്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു, ഇൻ ടു ദ ട്രഡീഷണൽ ഫാമിംഗ് മോഡൽ, പാരമ്പര്യമായിട്ട് ചെയ്യുന്ന, പഴയകാലത്തെ രീതിയിൽ ചെയ്യുന്ന ഫാമിംഗ് മോഡൽ, ആ ഒരു കൃഷി ചെയ്യാൻ ഞാൻ പ്രാപ്തനല്ല എന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞു. ദെൻ, അതിനുശേഷം, ഹി ഡിസൈഡഡ്, അദ്ദേഹം തീരുമാനിച്ചു, ദാറ്റ്, എന്താണ് അദ്ദേഹം തീരുമാനിച്ചത്? എന്റെ അച്ഛൻ തീരുമാനിച്ചത് എന്താ? എഡ്യൂക്കേഷൻ വാസ് ടു ബി മൈ പാത്സ്, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസമാണ്, ടു ബി മൈ പാത്സ്, എന്റെ വഴിയെന്ന് അച്ഛൻ തീരുമാനിച്ചു. അപ്പോ എന്നെ കൊണ്ട് കൃഷി ചെയ്യാൻ കഴിയില്ല, ഞാൻ അതിന് പ്രാപ്തനല്ല എന്ന് മനസ്സിലാക്കിയപ്പോ അച്ഛൻ എന്റെ വഴി വിദ്യാഭ്യാസമാണെന്ന് അച്ഛൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. ഡിസ്പൈറ്റ് ദ ചലഞ്ചസ് ഓഫ് ട്രെക്കിംഗ് ടു എ ഫാർ അവേ സ്കൂൾ ആൻഡ് ബീങ് ഇഗ്നോർഡ് ബൈ ടീച്ചേഴ്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ്, ഐ പെർസേവിയർഡ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഡിസ്പൈറ്റ്, എന്നിട്ടും, ദ ചലഞ്ചസ്, വെല്ലുവിളികൾ ഉണ്ടായിട്ടും, ഓഫ് ട്രെക്കിംഗ്, നടന്നു പോകുന്നതിന്റെ, ടു എ ഫാർ അവേ, വളരെ ദൂരത്തുള്ള സ്കൂളിലേക്ക്, വളരെ ദൂരത്തുള്ള ഒരു സ്കൂളിലേക്ക് നടന്നു പോകേണ്ടി വന്നിട്ടും അതിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ട് അല്ലെ, അതൊക്കെ ഉണ്ടായിട്ടും, ആൻഡ് ബീങ് ഇഗ്നോർഡ്, അവഗണിക്കപ്പെട്ടിട്ടും, ബൈ ടീച്ചേഴ്സ്, അധ്യാപകരാലും, ആൻഡ് ക്ലാസ്മേറ്റ്സ്, ക്ലാസ്സിലെ കുട്ടികളാലും.
അപ്പോൾ അദ്ദേഹം എന്താണ്, ഒരു അന്ധനായ മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സും ക്ലാസ്മേറ്റ്സ് ഒക്കെ അവഗണിക്കുന്നുണ്ട്. പിന്നെയോ സ്കൂളിലേക്ക് ഒരുപാട് ദൂരം നടന്നു പോകണം. എന്നിട്ടും അദ്ദേഹം പറയാണ് ഐ പെർസീവിയർഡ്, ഞാൻ കഠിനമായി പരിശ്രമിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ടീച്ചേഴ്സോ സുഹൃത്തുക്കളോ ആരും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ദൂരമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ അന്ധനായ കണ്ണു കാണാതെ അദ്ദേഹം അത്രയും ദൂരം സ്കൂളിലേക്ക് നടന്നു പോകണം. അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് പോലും, വെല്ലുവിളികൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹം ചെയ്യുന്നുണ്ട്, കഠിനമായി പരിശ്രമിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്, പ്രയത്നിച്ചു എന്നാണ് പറയുന്നത്. ഫോർ 2 years, 2 വർഷത്തോളം ഐ സാറ്റ്, ഞാൻ ഇരുന്നു ഓൺ ദി ലാസ്റ്റ് ബെഞ്ച്, ഏറ്റവും അവസാനത്തെ ബെഞ്ചിലാണ് ഞാൻ ഇരുന്നത്. എക്സ്ക്ലൂഡഡ്, എന്നെ മാറ്റി നിർത്തി, ഫ്രം ആക്ടിവിറ്റീസ്, ഒരുപാട് ആക്ടിവിറ്റികളിൽ നിന്നും എന്നെ മാറ്റി നിർത്തി. അപ്പൊ കണ്ണു കാണാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ അവഗണിക്കുകയാണ്. ഉള്ള ടീച്ചേഴ്സും കുട്ടികളൊക്കെ അദ്ദേഹത്തെ അവഗണിച്ചു. ഏറ്റവും അവസാനത്തെ ബെഞ്ചിലാണ് അദ്ദേഹത്തെ കൊണ്ടുവരുത്തുന്നത്. കണ്ണു കാണാത്ത ആളല്ലേ, മുമ്പിൽ ഇരുത്തിയിട്ടൊന്നും കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് അവർ അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട് ഏറ്റവും അവസാനത്തെ ബെഞ്ചിൽ ഇരുത്തിയെന്ന് മാത്രമല്ല, എക്സ്ക്ലൂഡ്, അദ്ദേഹത്തെ മാറ്റി നിർത്തി, ഫ്രം ആക്ടിവിറ്റീസ്, അദ്ദേഹം ഒരു ആക്ടിവിറ്റികളിലും അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നില്ല, അവർ പങ്കെടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ഐ ദെൻ ഫെൽറ്റ്, അപ്പോ എനിക്ക് തോന്നി, ലൈക്ക് എന്തുപോലെയാ തോന്നിയത്, ദ പൂറസ്റ്റ് ചൈൽഡ്, ഏറ്റവും പൂറായിട്ടുള്ള പാവപ്പെട്ട ഒരു കുട്ടിയായിട്ട് എനിക്ക് തോന്നി ഇൻ ദി വേൾഡ്, ഈ ലോകത്തില്. നേരത്തെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഏറ്റവും ലക്കിയസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നുണ്ട്, ഏറ്റവും ഭാഗ്യമുള്ള കുട്ടി എന്ന് പറയുന്നുണ്ട്, അച്ഛനമ്മയെ സ്നേഹം കിട്ടിയപ്പോൾ. ഇപ്പൊ അദ്ദേഹം സ്കൂളിൽ അദ്ദേഹത്തിന് ഒരു പരിഗണനയും കിട്ടാത്തപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും പൂറസ്റ്റ് ചൈൽഡ് എന്നാണ് അദ്ദേഹത്തിന് തോന്നുന്നത് ഇൻ ദി വേൾഡ്, ഈ ലോകത്തിൽ തന്നെ. നോട്ട് ഓൺ അക്കൗണ്ട് ഓഫ് ലാക്ക് ഓഫ് മണി, അത് പണത്തിന്റെ കുറവ് കൊണ്ടായിരുന്നില്ല, പക്ഷേ ബിക്കോസ് ഓഫ് ലോൺനെസ്, ഏകാന്തതയും ആൻഡ് ഐസൊലേഷൻ, ഒറ്റപ്പെടലുമായിരുന്നു. അപ്പൊ അദ്ദേഹം അനുഭവിച്ച ഏകാന്തതയും, ലോൺനെസ് എന്ന് പറഞ്ഞാൽ ഏകാന്തത, ആൻഡ് ഐസൊലേഷൻ, ഒറ്റപ്പെടൽ, ഇത് രണ്ടും കാരണമായിട്ടാണ് അദ്ദേഹം ഈ ലോകത്തിലെ ഏറ്റവും പൂറസ്റ്റ് ചൈൽഡ് എന്ന് അദ്ദേഹത്തിന് തോന്നാനുള്ള കാരണം, അല്ലാതെ പണത്തിന്റെ കുറവ് കൊണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സാധാരണ നമ്മൾ പൂറസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്ന ആരെയാണ്, പണത്തിന്റെ കുറവുള്ള ആൾക്കാരെ നമ്മൾ പറയാറുണ്ട് അല്ലെ. പക്ഷെ അദ്ദേഹം പണത്തിന്റെ കുറവ് കൊണ്ടല്ല അദ്ദേഹത്തിന് പൂറസ്റ്റ് ചൈൽഡ് എന്നുള്ള തോന്നൽ വന്നത്, പക്ഷെ അദ്ദേഹം ഒറ്റപ്പെട്ടു പോയിരുന്നു, തീർത്തും ഒറ്റപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത്. ഇവഞ്ച്വലി, കാലക്രമേണ, മൈ പാരന്റ്സ് ആൻഡ് റിലേറ്റീവ്സ്, എന്റെ അച്ഛനും അമ്മയും അതുപോലെ റിലേറ്റീവ്സ്, എന്റെ കുടുംബക്കാരും ഒക്കെ, ഡിസൈഡഡ്, തീരുമാനിച്ചു, ദാറ്റ്, എന്താണ് അവർ തീരുമാനിച്ചത്, ഐ ഷുഡ് സ്റ്റഡി ഇൻ എ സ്കൂൾ വിത്ത് സ്റ്റുഡൻസ് ലൈക്ക് മീ, ദാറ്റ് ഐ ഷുഡ് സ്റ്റഡി, ഞാൻ പഠിക്കണമെന്ന്, ഇൻ എ സ്കൂൾ, ഒരു സ്കൂളിൽ. എങ്ങനെയുള്ള സ്കൂളാ, വിത്ത് സ്റ്റുഡൻസ്, അവിടെയുള്ള സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ, ലൈക്ക് മീ, എന്നെ പോലെയുള്ളവരാവണം. അപ്പൊ എന്നെ പോലെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ ഞാനും പഠിക്കണം എന്നുള്ള ഒരു ചിന്ത, അങ്ങനെ ഒരു തീരുമാനം എന്റെ കുടുംബക്കാരും എന്റെ അച്ഛനും അമ്മയും എടുത്തു കാലക്രമേണ. അപ്പൊ ഞാൻ സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സും ക്ലാസ്സിലെ കുട്ടികളൊക്കെ അയാളെ അവഗണിക്കുന്നുണ്ട്. അപ്പൊ അതിന് പകരമായിട്ട് അയാളെ പോലെയുള്ള കുട്ടികൾ, അതായത് പരിമിതികളുള്ള കുട്ടികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള സ്കൂളുകളിൽ പഠിക്കണമെന്ന് അച്ഛനും അമ്മയും തീരുമാനിച്ചു. സോ അങ്ങനെ ഐ വാസ് സെൻഡ് ടു, എന്നെ അയക്കപ്പെട്ടു, ടു എ സ്പെഷ്യൽ സ്കൂൾ, ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക്, ഇൻ ഹൈദരാബാദ്, ഹൈദരാബാദിലുള്ള. അപ്പൊ എന്നെ ഹൈദരാബാദിലുള്ള ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് അവർ ചേർത്തിട്ട് അങ്ങോട്ട് അയക്കുകയാണ്. അവിടെ ഐ എക്സെൽഡ്, ഞാൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എക്സെൽഡ് എന്ന് പറഞ്ഞാൽ എക്സലന്റ് ആയിട്ട് പ്രവർത്തിച്ചു, അതായത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ബിക്കമിങ്, ഞാൻ ആയിത്തീർന്നു, ആൻ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡന്റ്, ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയ, ശ്രദ്ധേയമായ, എല്ലാവരും ശ്രദ്ധിക്കുന്ന, ഉയർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിട്ട് ഞാൻ മാറി. ഏർണിംഗ് ടോപ്പ് റാങ്ക്സ്, ഞാൻ ഉയർന്ന റാങ്കുകൾ നേടി. ആൻഡ് റെപ്രസെന്റിങ്, ഞാൻ പ്രതിനിധീകരിച്ചു, ഇന്ത്യയെ, ഇൻ ചെസ് ആൻഡ് ക്രിക്കറ്റ്, ക്രിക്കറ്റിലും ചെസ്സിലും ഒക്കെ ഞാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. ഐ ഹാഡ് ദ പ്രിവിലേജ്, എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നു, ഓഫ് വർക്കിംഗ് വിത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം, ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഓൺ വേരിയസ് പ്രൊജക്ട്സ്, വ്യത്യസ്ത പ്രൊജക്ടുകളിലായിട്ട്, ലൈക്ക് ഏതുപോലെയുള്ള, ദ ലീഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫർമേഷൻ പ്രൊജക്ട്, ലീഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫർമേഷൻ പ്രൊജക്ട് എന്നുപോലെയുള്ള ഒരുപാട് പ്രൊജക്ടുകളിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള പ്രിവിലേജ്, വിശേഷ ഭാഗ്യം പോലും എനിക്കുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതുവരെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങുന്നത്, ഞാൻ ശ്രീകാന്താണ്, ഒരു എന്റർപ്രണർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ്, ഒരു സംരംഭകനാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഈ ലോകത്തിലെ ഏറ്റവും ധനികരായ സംരംഭകരാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രസംഗം അദ്ദേഹം തുടങ്ങുന്നത്. ആ അച്ഛനും അമ്മക്കും അവരുടെ ചെറിയൊരു കൃഷിയിടത്തിൽ നിന്നും ആകെ 20,000 രൂപയാണ് ഒരു കൊല്ലത്തിൽ ആകെ ഒരു വർഷത്തിൽ കിട്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന് ജന്മം നൽകിയപ്പോൾ, എല്ലാവർക്കും ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന് പറഞ്ഞാൽ ഭാര്യക്കും ഭർത്താവിനും എന്താണ് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന് ജന്മം നൽകിയപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നില്ല അച്ഛനും അമ്മക്ക് ഉണ്ടായിരുന്നതിൽ. എന്താണ് കാരണം, അദ്ദേഹത്തിന് കണ്ണുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ കണ്ണില്ലാതെ ജനിച്ചതുകൊണ്ട് തന്നെ
അദ്ദേഹത്തിന്റെ അവിടെയുള്ള സൊസൈറ്റി, സമൂഹം അദ്ദേഹത്തെ ഒരു ഭാരമായിട്ടാണ് കണ്ടത്. അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലണമെന്ന് പോലും ചില ആൾക്കാർ സജസ്റ്റ് ചെയ്തു, നിർദ്ദേശിച്ചു. പക്ഷെ അച്ഛനും അമ്മയും അദ്ദേഹത്തെ സ്നേഹിച്ചു, വളരെയധികം കെയർ ചെയ്തിട്ടാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായിട്ട് അദ്ദേഹത്തിന് തോന്നിയിരുന്നു. അദ്ദേഹം കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ അച്ഛനെ സഹായിക്കാൻ വേണ്ടി പാടത്തേക്ക് എത്തിയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ചെറിയ കാലുകൾ അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായിട്ട് കാണപ്പെട്ടു. അപ്പോഴാണ് അച്ഛൻ അദ്ദേഹത്തിന് കൃഷി ചെയ്യാൻ കഴിയില്ല, അദ്ദേഹം പ്രാപ്തനല്ല എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞയക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അങ്ങനെ അദ്ദേഹം സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് അദ്ദേഹം പോയത്. ഒരുപാട് ദൂരം നടന്നു പോകണം. പക്ഷേ അദ്ദേഹം അങ്ങനെ നടന്നു പോകുന്ന ആ ഒരു ചലഞ്ച്, വെല്ലുവിളികൾ ഉണ്ടായിട്ടും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ടീച്ചേഴ്സും ക്ലാസ്മേറ്റ്സും ഒക്കെ അദ്ദേഹത്തെ അവഗണിച്ചിട്ടും മാറ്റി നിർത്തിയിട്ടും അദ്ദേഹത്തെ അവസാനത്തെ ബെഞ്ചിൽ കൊണ്ടിരുത്തിയിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? കഠിനമായി പ്രയത്നിച്ചു. അദ്ദേഹത്തിന് ആ സമയത്ത് ഏറ്റവും പാവപ്പെട്ട പൂറസ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് അദ്ദേഹത്തിന് തോന്നി. അത് പണമില്ലാത്തത് കൊണ്ടായിരുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഏകാന്തതയും ഒറ്റപ്പെടലുമായിരുന്നു. കാലക്രമേണ അച്ഛനും അമ്മയും മറ്റുള്ള കുടുംബക്കാരും അദ്ദേഹത്തെ ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക്, അദ്ദേഹത്തെ പോലെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഹൈദരാബാദിലെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ അദ്ദേഹം ചേരുകയാണ്. അവിടെ വെച്ച് അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും വളരെ ശ്രദ്ധേയമായ ഒരു വിദ്യാർത്ഥിയായിട്ട് മാറുകയും ഉയർന്ന റാങ്കുകൾ നേടുകയും ചെയ്തു. അതേ മാത്രമല്ല, ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചെസ്സിലും ക്രിക്കറ്റിലൊക്കെ അദ്ദേഹം പങ്കെടുത്തു. പിന്നെ അദ്ദേഹം പറയുന്ന കാര്യം എന്താ? അദ്ദേഹത്തിന് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ കൂടെ ജോലി ചെയ്യാനുള്ള ഭാഗ്യവും ലഭിച്ചു എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്.